അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധ റമദാനിൻ്റെ കാരുണ്യത്തിൻ്റെ റഹമത്തിൻ്റെ പത്തിലാണ് നാം ഉള്ളത്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ നാം എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുക. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തിനും ഒരുപാട് ന്യൂനതകളുണ്ട്. നമ്മൾ ഓതുന്ന ഖുർആൻ എത്രയോ തജ്വീദ് തെറ്റിച്ചുകൊണ്ടാണ് ഓതുന്നത്. അതുപോലെ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം അതിലും എത്രയോ ശ്രദ്ധ തെറ്റിപ്പോകുന്നു. അതുപോലെ നമ്മൾ പിടിക്കുന്ന നോമ്പിൽ എത്രയോ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും വന്നു ചേരുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹുവിനോട് കരുണക്കായി തേടുക. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ. അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. കാരുണ്യവുമായി ബന്ധപ്പെട്ട റബ്ബിൻ്റെ ഇസ്മാണ് യാ റഹീമു എന്നുള്ളത്. ആ യാ റഹീമു യാ അള്ളാഹ്, കരുണാനിധിയായവനെ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞതാണ് ഈ ഒരു ഇസ്മ്. ഈ നാമം പതിവാക്കുന്നവർക്ക് റബ്ബിൻ്റെ ഔദാര്യം ലഭിക്കുന്നതാണ്. നമ്മുടെ ഉദ്ദേശിച്ച കാര്യം നടക്കാൻ, നമ്മുടെ മഹത്തായ ആഗ്രഹങ്ങൾ പൂവണിയാൻ, പ്രത്യേകിച്ച് റഹ്മത്തിൻ്റെ പത്തിൽ ആഗ്രഹം നിറവേറാൻ ഈ ചെറിയൊരു ദിക്ർ ചൊല്ലുക. യാ റഹ്മാനു യാ റഹീമു, യാ റഹ്മാനു യാ റഹീമു എന്ന് 258 പ്രാവശ്യം മനസ്സറിഞ്ഞ് ഇഖ്ലാസോടെ ആത്മാർത്ഥമായി ചൊല്ലിയ ശേഷം നമ്മുടെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഉത്തരം ലഭിക്കും ഇൻഷാ അല്ലാഹ്. ഈ രൂപത്തിൽ ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കരസ്ഥമാകും. ഇബാദത്തുകൾ ചെയ്യാൻ ഒരു മടിയുമുണ്ടാവില്ല. എപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ഒരു ഇസ്മാണ് യാ റഹീമു യാ അള്ളാഹ് എന്നുള്ളത്. ഈ ഇസ്മ ചൊല്ലി പ്രാർത്ഥിച്ചാൽ അവൻ്റെ ദുആ അള്ളാഹു ഉറപ്പായും സ്വീകരിക്കും. ശുദ്ധി സമയത്തും ചൊല്ലാവുന്നതാണ്. എല്ലാവരും പതിവാക്കുക. അസ്സലാമു അലൈക്കും.